ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പുതിയ ലേബർ കോഡാണ്. ഓക്കെ, ഇത് കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ ഏറെക്കുറെ കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ ഭയങ്കര ഫസ്സായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസേൺ ആണ്. എന്താണ് പുതിയ ലേബർ കോഡിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇനി ഈ ലേബർ കോഡ് കാരണം എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്, എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പരമാവധി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആൾക്കാർക്ക്, മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്ക്, എംപ്ലോയീസിന് ബേസിക്കലി മനസ്സിലാകുന്ന രീതിയിൽ പരമാവധി സിംപ്ലിഫൈ ചെയ്ത് ഞാൻ പറയാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ ലേബർ കോഡ് എന്നുള്ളത്. ഈ ലേബർ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? സാധാരണ ലേബർ ലോ എന്നാണല്ലോ പറയുന്നത് എന്നൊക്കെ തരത്തിലുള്ള കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഈ പുതിയതായിട്ട് കേൾക്കുന്ന ആൾക്കാർക്കുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ HR വളരെ നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പല ആൾക്കാർക്കും ഇത് പുതിയ ഇൻഫർമേഷൻ ആയിരിക്കാം. എംപ്ലോയീസിന് എന്തുകൊണ്ടും ഇത് വളരെ റെലവൻ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഒരു രാജ്യത്തിൻ്റെ സിറ്റുവേഷനിൽ ഒരുപാട് ആൾക്കാർ എന്താ പറയുന്ന അവരുടെ എംപ്ലോയ്മെൻറ്റ് റൈറ്റ്സ് അറിയാണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അവരെയാണ് ഞാനിവിടെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്. സോ ലേബർ ലോ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഡിസ്കഷൻ, അഥവാ ലേബർ കോഡിലേക്കുള്ള ട്രാൻസിഷൻ എന്താണെന്നുള്ളത്. നമ്മുടെ ഫസ്റ്റത്തെ ലേബർ റിഫോംസ് നടക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 29 ലേബർ ലോ ആണുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ 29ഓളം നിയമവശങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിട്ട് കിടക്കുകയായിരുന്നു. 29ഓളം ലേബർ ലോ ആക്ടുകൾ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുകയായിരുന്നു. ഈ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്ന ആക്ടുകളെയാണ് സെക്കൻഡ് ലേബർ റിഫോം എന്ന് വന്നപ്പോഴത്തേക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ലേബർ കമ്മീഷൻ വന്നപ്പോഴത്തേക്കും ഇത് ഇവരൊന്ന് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 4 കോഡുകളാക്കി. സോ ഈ 4 കോഡുകളുടെ അകത്ത് ഈ പറയുന്ന 29 സംഭവങ്ങൾ അവർ ഇൻക്ലൂസീവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു മേജർ മാറ്റമാണ് ഈ പറയുന്ന കോഡുകൾക്കുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ ഓരോ ലോയ്ക്കകത്തും നമ്മുടെ കാലത്തിന് അനിവാര്യമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ, അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒന്നാമത്തെ സെക്ഷനിലേക്കാണ് ഞാൻ പോകുന്നത്. ഫസ്റ്റ് ലേബർ കോഡ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് ലേബർ കോഡ് എന്ന് പറയുന്നത് കോഡ് ഓഫ് വേജസ് ആണ്, അല്ലെങ്കിൽ കോഡ് ഓൺ വേജസ് ആണ്. അപ്പോൾ ഈ കോഡ് ഓൺ വേജസിൻ്റെ അകത്താണ് നമ്മുടെ ഈ സാലറി, റെമ്യൂണറേഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചേക്കുന്നത്. അപ്പോൾ ഈ കോഡ് ഓൺ വേജസിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഈ സാലറി സ്ട്രക്ചർ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഈ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ ജോയിനിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഓഫർ ലെറ്ററിൻ്റെ അകത്ത് സാലറി സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടാവില്ല. ബേസിക് പേ, HRA എന്നൊക്കെ പറഞ്ഞ് സാലറി സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടാവില്ല. ഈ സാലറി സ്ട്രക്ചറിൻ്റെ അകത്ത് ഗവൺമെൻറ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മുമ്പ് വരെയും 40% ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. ഗവൺമെൻറ് 40% പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ എന്തോ ആണെന്ന് അറിയില്ല. പക്ഷെ ഒരുപാട് പേര് ഈ പറയുന്ന പോലെ 35-30% വെച്ചിട്ട് ബേസിക് പേ ഇട്ടിട്ടുണ്ട്. ബേസിക് പേ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മിനിമം വേജസ് അല്ല കേട്ടോ. നിങ്ങൾക്ക് മിനിമം കിട്ടേണ്ട കാര്യത്തിനെ പറ്റിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ബേസിക് പേ എന്ന് പറയുന്ന ഒരു സബ് സെക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ട്രക്ചറിൻ്റെ അകത്ത് ഒരു സെക്ഷൻ ഉണ്ട് ബേസിക് പേ എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് പ്യൂർലി ആ വാക്കിനെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഈ ബേസിക് പേ എന്ന് പറയുന്നത് 50% ആയിരിക്കണം. അപ്പോൾ അതിന് 50% എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 25,000 ആണ് അല്ലേ? ഈ 25,000 എന്ന് പറയുന്നത് ബേസിക് പേ ആയിട്ട് ആ സാലറി സ്ട്രക്ചറിൽ കാണിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ബാക്കിയാണല്ലോ പല പല സംഭവമായിട്ട് മാറ്റി തിരിച്ചേക്കുന്നത്, HRAയും അല്ലെങ്കിൽ സ്പെഷ്യൽ അലവൻസ് ഒക്കെ ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് എന്താ? 50% ബേസിക് പേ ആയിട്ട് കാണിക്കണം. ബാക്കി ഓക്കെ, ഇനിയിപ്പം HRA വരുമ്പോഴത്തേക്കും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക് പേയുടെ 50% ആയിരിക്കണം HRA എന്നോ, അല്ലെങ്കിൽ ടോട്ടൽ കോമ്പൻസേഷൻ്റെ 10% ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ലോ ഉണ്ട്. അപ്പം ലെറ്റ്സ് നമുക്ക് ഈ പറയുന്ന പോലെ ബേസിക് പേയുടെ 50% തന്നെ കൂട്ടാം. അപ്പം നമ്മൾ പറഞ്ഞു 25,000 രൂപ ബേസിക് പേ ആണെങ്കിൽ 25ൻ്റെ പകുതി 12,500 രൂപ HRA ആയിട്ട് കൂട്ടണം. ബാക്കി വരുന്ന എമൗണ്ട് സ്പെഷ്യൽ അലവൻസ് ആയിട്ട് കൂട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ പല പല അലവൻസസിൻ്റെ സെക്ഷൻസ് അവിടെ ഉണ്ടാക്കാം. സോ ബേസിക്കലി ഇതിന് പ്രത്യേകിച്ച് വേറെ അർത്ഥങ്ങളൊന്നുമില്ല. ഇത് ഈ പറയുന്നത് നമ്മുടെ ടോട്ടൽ റെമ്യൂണറേഷനെ പല പല സെക്ഷൻസ് ആക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ബേസിക് പേയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത്? ബേസിക് പേ പ്ലസ് DA എന്ന് പറയുന്ന കമ്പോണൻ്റ് എടുത്തിട്ടാണ് നമ്മുടെ PF ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ടോട്ടൽ ശമ്പളത്തിൽ നിന്നല്ല PF കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ബേസിക് പേ പ്ലസ് DA എന്ന് പറയുന്നതെന്നാണ് PF ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് PF കാൽക്കുലേഷൻ ഒക്കെ ചെയ്തേക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാം. സോ 50% ആകുന്നതിൻ്റെ ഗുണം എന്താണ്?
ഈ പറയുന്ന പോലെ ഗ്രാറ്റുവിറ്റി, EPF ഇങ്ങനത്തെ ബെനിഫിറ്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 40% ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെക്കാട്ടിയും എന്തുകൊണ്ടും നല്ലതാണല്ലോ 50% ആകുമ്പോൾ. കാരണം അത്രയും എമൗണ്ട് കൂടുതൽ കയറി വരും എന്നുള്ളതാണ്. ഗ്രാറ്റുവിറ്റി ഒക്കെ വരുന്ന സമയത്ത് അത്രത്തോളം ഉപകാരം ചെയ്യും. PF ഒക്കെ വരുന്ന സമയത്ത് ഓരോ കമ്പനീസ് 12% ആണോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലാറ്റ് 1800 ആണോ കോൺട്രിബ്യൂഷൻ ആയിട്ട് തരുന്നത് എന്നുള്ളതിനൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പ്രോബബ്ലി അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു ഡിസ്കഷനിലേക്ക് പോവാം. പിന്നെ കോഡ് ഓഫ് വേജസിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് ഇല്ലേ, ഇത് എല്ലാവരുടെയും ഒരു മേജർ കൺസേൺ ആണ് അല്ലേ. നമ്മൾ ഈ ജോലിയൊക്കെ വിട്ടിട്ട് അവിടുന്ന് റെസിഗ്നേഷൻ ഇട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് കിട്ടാനായിട്ട് പല കമ്പനീസും പല കാര്യം പറയുന്നത്. ചിലർ പറയും 45 ദിവസം കൊടുക്കും, ചിലർ പറയും 60 ദിവസം കൊടുക്കും, 90 ദിവസം കൊടുക്കും, ഇങ്ങനെയൊക്കെ പറയുന്നതുണ്ട്. സോ ഇങ്ങനൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടല്ലോ ഈ കാര്യങ്ങളിലൊക്കെ. ഈ ഇൻകൺസിസ്റ്റൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിസൈൻ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ വരുന്നത് എന്ന് വെച്ചാൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം എന്നാണോ ആ ദിവസം കഴിഞ്ഞ് 2 വർക്കിംഗ് ഡേക്ക് ഉള്ളിൽ, മാക്സിമം 2 വർക്കിംഗ് ഡേ വരെ എടുത്ത് നിങ്ങളുടെ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെൻറ്റ് നിങ്ങൾക്ക് തരണം. ഈ 45-50 ദിവസം വരെ ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അത് ഭയങ്കര ആശ്വാസം തരുന്നൊരു വാർത്തയായിരിക്കും അല്ലേ. കാരണം ഗവൺമെൻറ് പറയുന്നത്, അത്രയും ദിവസം നിങ്ങളുടെ ഡെയിലി കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഈ സെറ്റിൽമെൻറ്റ് ഇങ്ങനെ തന്നെ കൊടുക്കണം എന്നുള്ള റൂളാണ്, അല്ലെങ്കിൽ ആക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇംപ്ലിമെൻറ്റേഷൻ ആയിട്ടില്ല. ഇപ്പം ഗവൺമെൻറ് ഇങ്ങനെ ഒരു കോഡ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഈ കോഡ് ഉണ്ടാക്കി പ്രോബബ്ലി ഈ April 1 ആകുമ്പോഴത്തേക്കും അത് നിയമമായിട്ട് അങ്ങ് അനൗൺസ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് സെൻട്രൽ മാത്രമല്ല, സ്റ്റേറ്റ് വൈഡ് ആയിട്ടും സ്റ്റേറ്റിലും സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള റൂളുകളൊക്കെ വരും. ഇനി അടുത്തതെന്ന് പറയുന്നത് യൂണിവേഴ്സൽ പേ സ്ലാബാണ്. മിനിമം വേജസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. മിനിമം വേജ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ജോലിയിൽ നിൽക്കുന്ന ആൾക്ക് കൊടുക്കേണ്ട ഏറ്റവും മിനിമം വേതനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഇത്രയെങ്കിലും അയാൾക്ക് കൊടുത്തിരിക്കണം എന്നുള്ളൊരു സംഭവം. ഈ സാഹചര്യത്തിന് ചൂഷണം ചെയ്തുകൊണ്ട് എന്താ പറയുന്നത്, സാലറി വളരെ കുറച്ച് കൊടുക്കുക, അങ്ങനത്തെ സിസ്റ്റംസ് ഒക്കെ ഒരുപാട് എംപ്ലോയേഴ്സ് നമ്മുടെ രാജ്യത്തിൽ ചെയ്യുന്നുണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പറയുന്നത്, സർട്ടൻ ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ട് ഗവൺമെൻറ് പറയുന്നു അക്രോസ് ദ കൺട്രി. നേരത്തെ കേരളം, തമിഴ്നാടു അല്ലെങ്കിൽ മെട്രോസ്, നോൺ മെട്രോസ്, അർബൻ എന്നൊക്കെ പറഞ്ഞ കുറേ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് അക്രോസ് ഇന്ത്യ അവർ ഈ പറയുന്ന വേജ് സ്ലാബ് കോമൺ ആക്കാൻ പോവുക. സോ അവരുടെ ഒരു പെർട്ടിക്കുലർ വേജ് സ്ലാബിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അവർ പറയുന്ന ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്ര രൂപ മിനിമം വേജ് കൊടുത്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാണ് വരുന്നത്. അത് അബ്സല്യൂട്ട്ലി നല്ലൊരു ലോ ആണ്. കാരണം ഇപ്പം എന്താ പറയുക, പല സ്ഥലത്തും പല പേ റേഞ്ചസ് ആണ് വന്നേക്കുന്നത്. അപ്പം അതൊക്കെ യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ലോ ഒരുപാട് സഹായിക്കും. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് കോഡ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡാണ്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാൻഡിങ് ഓർഡർ. സ്റ്റാൻഡിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെർട്ടിക്കുലർ ഹെഡ് കൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹെഡ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നേരത്തെ 100 ആയിരുന്നു. 100 പേർക്ക് മേലുള്ള കമ്പനീസിൻ്റെ അകത്ത് ഗവൺമെൻറ് സ്റ്റാൻഡിങ് ഓർഡർ പബ്ലിഷ് ചെയ്യും. ഈ സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിൻ്റെ അകത്ത്, സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ഈ വർക്കിംഗ് കണ്ടീഷൻസ് ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ലോ ആയിട്ട് ഉണ്ടെങ്കിൽ പോലും വർക്കിംഗ് കണ്ടീഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, കുറേ പ്രോസസ്സുകൾ, പ്രൊസീജിയേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അഗൈൻ സ്റ്റാൻഡിങ് ഓർഡർ അതൊരു സെപ്പറേറ്റ് ഡിസ്കഷനിൽ വരേണ്ട ഒരു ടോപ്പിക്കാണ്. സോ ഈ സ്റ്റാൻഡിങ് ഓർഡർ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് വെച്ചാൽ കമ്പനി നടത്തേണ്ട കുറേ ഇൻസ്ട്രക്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റാൻഡിങ് ഓർഡർ 100 എംപ്ലോയീസ് ഉള്ള കമ്പനീസിന് മേലെയാണ് മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. 300 കൂട്ടേണ്ടത്. അത് ആക്ച്വലി ഈ സ്റ്റാർട്ടപ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. കാരണം 100 എംപ്ലോയീസിനൊക്കെ മേലെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 100 എംപ്ലോയീസ് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാർട്ടപ്സ് പെട്ടെന്ന് സ്കെയിൽ ചെയ്ത് എത്തുന്ന ഒരു ഹെഡ് കൗണ്ടാണ്. സോ അവർക്ക് അത്രയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോകാനൊക്കെ അവർക്ക് ഈ പറയുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട് സ്റ്റാർട്ടപ്സിനെ സംബന്ധിച്ച്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഭവമല്ല. കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ, കാരണം ഈ കാര്യങ്ങൾ, പേപ്പർ വർക്ക്സ് ഒക്കെ നോക്കണം, അതിൻ്റെ കാര്യങ്ങൾ. സോ അങ്ങനത്തെ ഒരു ചെറിയൊരു റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് 300 പേരിലേക്ക് അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 300 ഹെഡ് കൗണ്ടിൻ്റെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി സ്റ്റാർട്ടപ്സിനൊക്കെ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്നവർക്കൊക്കെ വലിയ ആശ്വാസമായിരിക്കും. എസ്പെഷ്യലി ഈ പറയുന്നത് പോലെ ഫാക്ടറി അല്ലെങ്കിൽ ഇൻഡസ്ട്രി, മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ സെക്ടേഴ്സിൽ വരുന്ന ആൾക്കാർക്ക്. കാരണം ബാക്കി IT സ്റ്റാർട്ടപ്സിലൊക്കെ സ്കെയിൽ ചെയ്യുന്നതിനെക്കാട്ടി വളരെ സ്പീഡിലാണ് ഈ മാനുഫാക്ചറിങ്ങിലൊക്കെ ചിലപ്പോൾ സ്കെയിൽ ചെയ്യാൻ സാധ്യത. സോ ഈ പറയുന്ന സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് മാറി 300 ആക്കിയിട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ചേഞ്ച് ഓഫ് കൺട്രോൾ. ചേഞ്ച് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനം നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നു, അത് ഒന്നെങ്കിൽ വേറെ ആരെങ്കിലും അക്വയർ ചെയ്യുന്നു.
ഈ അക്വയർ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന കുറേ ചേഞ്ചസ്, ചിലപ്പോൾ ഒരു കമ്പനി വേറൊരു കമ്പനി അക്വയർ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരുപാട് പേരെ പറഞ്ഞു വിടാം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ എംപ്ലോയ്മെൻറ്റ് റീറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ നോട്ടീസും പ്രോപ്പർ കോൺട്രിബ്യൂഷൻസും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്മളെന്താ പറയുന്നത്, ഒരു നമ്മൾ പറയത്തില്ലേ നഷ്ടപരിഹാരം പോലെ എന്നൊക്കെ പറയത്തില്ലേ, ഈ നഷ്ടപരിഹാരമൊക്കെ പോലെ ഒരു എമൗണ്ട് കൊടുക്കണം എന്നുള്ളതാണ്, അവർക്കൊരു റെമ്യൂണറേഷൻ അതിന് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്ന പുതിയ ലോ. അങ്ങനെ ഒരു ലോ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ ഈ സിവിയറൻസ് പേ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സംഭവമാണത്. സോ അത് ഗവൺമെൻറ് അക്രോസ് ഇൻഡസ്ട്രീസിൽ അതവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പറയുന്ന ചേഞ്ച് ഓഫ് കൺട്രോൾ കൂടാണ്ട് തന്നെ അതിനൊരു എക്സ്റ്റൻഷനായിട്ട് നമ്മൾ ഈ സമയങ്ങളിലൊക്കെ കേട്ടുവരുന്ന വലിയൊരു സംഭവമാണ് ഈ പറയുന്ന ലേ ഓഫ്, റിട്രെഞ്ച്മെൻ്റ് എന്നൊക്കെ പറയുന്നത്. ഈ ആൾക്കാരെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് ഈ പറയുന്ന 2 വാക്കിൻ്റെ അർത്ഥം. ഇനി ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റത്തില്ല. 300 പേരിന് മേലെ ഹെഡ് കൗണ്ടുള്ള കമ്പനിക്കകത്ത് ആൾക്കാരെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ആൾക്കാരെ ലേ ഓഫ് ചെയ്യണം, റിട്രെഞ്ച്മെൻറ്റ് നടത്തണമെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 months അല്ലെങ്കിൽ 60 days പ്രയറായിട്ട് പ്രോപ്പർ നോട്ടീസും അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും അതാത് ഓർഗനൈസേഷൻസ് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അത് ആക്ച്വലി നമ്മുടെ എംപ്ലോയ്മെൻറ്റ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതിന് ഭയങ്കര ഒരു ബോൾഡായിട്ടുള്ളൊരു മൂവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേ ഓഫ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന് ഒരുപാട് പേര് ചൂഷണം ചെയ്തിട്ടുണ്ട്. പെട്ടെന്നൊരു കമ്പനിക്ക് ഒരു നഷ്ടം വരുമ്പോഴത്തേക്കും കുറേ പേര് അപ്പം അങ്ങ് പറഞ്ഞു വിടും. പിന്നെ കമ്പനി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത് വരുമ്പോഴത്തേക്ക് അവർ ഈ പറയുന്ന കുറേ പേര് അങ്ങ് ഹയർ ചെയ്യും. സോ അത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല വർക്ക് ഫോഴ്സിനും, ഒരുപാട് ആൾക്കാർക്കും അതിൻ്റേതായ പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നേക്കുന്ന ഒരു റിഫോമാണ് ഈ പറയുന്നത് 300 പേര്. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ സ്റ്റാൻഡിങ് ഓർഡറിൻ്റെ അകത്ത് വരുന്നതാണ്. സ്റ്റാൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് ഗവൺമെൻറ് കൃത്യമായിട്ട് ഇൻഡസ്ട്രീസിന് പറഞ്ഞേക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. നമുക്ക് തൽക്കാലം അതിനെ അങ്ങനെ പറയാം. ഒരു ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഇൻസ്ട്രക്റ്റഡ് ആയിട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന 300 എംപ്ലോയീസിന് മേലെ, ഫോർ എക്സാമ്പിൾ ഈ വലിയ വലിയ ഓർഗനൈസേഷൻസ് നടത്തുന്ന വലിയ വലിയ ലേ ഓഫുകളെയൊക്കെ ഒരു പരിധി വരെയൊക്കെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ കോഡ് എന്ന് പറയുന്നത് OSHN വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. OSHN വർക്കിംഗ് കണ്ടീഷൻസും കൂടുതൽ എംപ്ലോയേഴ്സിനെ കണക്ട് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തൽക്കാലം ഞാനത് സ്കിപ്പ് ചെയ്യാണ്. പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഈ OSHN വർക്ക് പ്ലേസ് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഓപ്പറേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്നാട്ടോ അതിൻ്റെ ഫുൾ ഫോം OSH എന്ന് വെച്ചാൽ. അപ്പോൾ ഈ വർക്കിംഗ് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ആ വീഡിയോയിൽ ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് കുറച്ച് ലെങ്തിയാണ്. ഇനി ഫൈനലി വരുന്ന സംഭവമാണ് നമ്മുടെ കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി. ഓക്കെ, സോഷ്യൽ സെക്യൂരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ EPF, ESI, സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റിയിൽ വരുന്നത്. അപ്പം നമ്മുടെ ഈ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നതിൻ്റെ അകത്ത് കൂടുതൽ ഇപ്രാവശ്യം അഡ്രസ്സ് ചെയ്തേക്കുന്നത് എനിക്കൊന്ന് ഗ്രാറ്റുവിറ്റിയുടെയും ഈ ഗിഗ് വർക്കേഴ്സിൻ്റെയൊക്കെ കാര്യങ്ങൾ. അതെന്താണെന്ന് ഞാൻ ബ്രീഫ് ചെയ്ത് തരാം. ഈ സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ്സിൻ്റെ അകത്ത് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ്. ഈ ഗ്രാറ്റുവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 4.5 വർഷത്തിന് മേലേക്ക് നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ കമ്പനി നമുക്ക് തരുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫണ്ടാണ് ഈ പറയുന്ന ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. സോ ഗ്രാറ്റുവിറ്റിക്ക് ഒരു കണക്ഷൻ ഉണ്ട് ഈ നമ്മുടെ വർക്കിംഗ് ടെന്യൂറുമായിട്ട്. സോ ഞാൻ പറഞ്ഞ പോലെ 4.5 വർഷം നിന്നതുകൊണ്ട് അത് എപ്പോഴും ടെന്യൂർ ബേസിസിലാണ് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ മിനിമം 4.5 വർഷം നിൽക്കണം. പുതിയ റിഫോമിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 1 വർഷം കഴിഞ്ഞവർക്കും ഗ്രാറ്റുവിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും, രക്ഷോട്ട് ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞ് കമ്പനി സ്വിച്ച് ചെയ്താലും എനിക്ക് ഗ്രാറ്റുവിറ്റി തരണമല്ലോ. എന്നാൽ അത് തെറ്റായൊരു ധാരണയാണ്. അങ്ങനെയല്ല ആക്ച്വലി പറയുന്നത്. 1 വർഷം കഴിഞ്ഞിട്ട് ഗ്രാറ്റുവിറ്റി ക്ലെയിം ചെയ്യാമെന്ന് പറയുന്നത് ഈ ഫിക്സ്ഡ് ടേം എംപ്ലോയ്മെൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരാണ്. FTE എന്ന് പറയും, ഫിക്സ്ഡ് ടേം എംപ്ലോയ്മെൻറ്റ്. ഫിക്സ്ഡ് ടേം എംപ്ലോയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 വർഷത്തെ കോൺട്രാക്റ്റ്, 2 വർഷത്തെ കോൺട്രാക്റ്റിലേക്കൊക്കെ ആൾക്കാരെ എടുക്കത്തില്ലേ, ഒരു പെർട്ടിക്കുലർ ടേമിലേക്ക് മാത്രം. ഈ ടേമിലേക്ക് വരുന്നവർക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു കംപ്ലയിൻറ്റ് വരുന്നുണ്ട് പൊതുവെ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന ചെറിയ ടെന്യൂറിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. സോ അവർക്ക് അങ്ങനത്തെ ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നേക്കുന്ന ഒരു പോളിസിയാണ് അവരൊക്കെ ഈ 1 വർഷം കഴിഞ്ഞ് അങ്ങനെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ 1 വർഷത്തിൻ്റെ ഗ്രാറ്റുവിറ്റി അവർക്ക് പേ ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ 2 വർഷമാണെങ്കിൽ 2 വർഷത്തിൻ്റെ ഗ്രാറ്റുവിറ്റി അവർക്ക് പേ ചെയ്യണം എന്നുള്ള. അവർ 4.5 വർഷത്തെ സർവീസ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ഒരു ഗുഡ് ന്യൂസ് ആയിരിക്കും. സോ പ്രോബബ്ലി ആ റൂൾ എങ്ങനെയൊക്കെയാണ് ഇംപ്ലിമെൻ്റ് ആയി വരുന്നതെന്ന് നമുക്ക് ഈ വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ രജിസ്ട്രേഷൻ. ഈ സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സിന് മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻസ് ഉണ്ട്.
സോ ഈ രജിസ്ട്രേഷൻസ് ഒക്കെ പല പല ഇതായിട്ടാണ് നിൽക്കുന്നത്. സോ ഇതൊക്കെ മാറ്റിയിട്ട് ഒരു സിംഗിൾ വിൻഡോയിൽ കൂടെ ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളും വരുന്നുണ്ട്. എഗൈൻ അത് ആക്ച്വലി എംപ്ലോയേഴ്സിന് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ഒരുപാട് സ്ഥലങ്ങളിലുള്ള രജിസ്ട്രേഷനോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ മിസ്സായി പോകുന്ന കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഒരു ഒരു സിംഗിൾ വിൻഡോ മെക്കാനിസം അവിടെ വരും. അതാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്ന അടുത്ത സംഭവം. പിന്നെ ഞാൻ പറഞ്ഞു മൂന്നാമത്തെ പറഞ്ഞാൽ ഗിഗ് വർക്കേഴ്സ്. ഈ ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർ തുടർച്ചയായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരല്ല, ചില ആവശ്യ സമയങ്ങളിൽ മാത്രം വരുന്ന ആൾക്കാർ. ഇതിന് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഫ്രീലാൻസിങ്. ഓക്കെ, ഫ്രീലാൻസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. നമ്മുടെ ഡെലിവറി ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, ഈ സ്വിഗ്ഗി, സൊമാറ്റോ, റാപ്പിഡോ, ഊബർ അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ആപ്പിൻ്റെ അകത്ത് അവർ സ്റ്റാഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് സ്റ്റാഫല്ല, പക്ഷേ ആ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഫണ്ട് നീക്കി വെക്കണമെന്ന് പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. സോ ഇവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ അഗ്രിഗേറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഊബറിന് വേണ്ടി ഓടുന്ന ആളാണെങ്കിൽ ഊബർ, റാപ്പിഡോയ്ക്ക് വേണ്ടി ഓടുന്ന ആളാണെങ്കിൽ റാപ്പിഡോ. അപ്പം ഇവരുടെ കയ്യിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഫണ്ട് ഗവൺമെൻറ് മാറ്റി വെക്കാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പം മറ്റേ PF-ൻ്റെ അകത്തൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ സ്ലാബ് നോക്കി 1,800 കൊടുക്കുക, അവർക്കൊരു ഫിക്സഡ് സാലറി ആണല്ലോ അവിടെ കിട്ടുന്നത്. ഇവിടെ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് ഇവർക്ക് വേണ്ടി നീക്കി വെക്കുകയും അതൊരു കോൺട്രിബ്യൂഷൻ ആക്കി മാറ്റുകയും ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഇവരുടെ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് പോലെ ഇവർക്കൊരു ഫണ്ട് ഗവൺമെൻറ് നീക്കി വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാക്കുന്നത്. ഭയങ്കര നല്ലൊരു അടിപൊളി മൂവാണ് ആക്ച്വലി. ഒരുപാട് രാജ്യങ്ങളിൽ അത് ഇംപ്ലിമെൻ്റ് ആവാത്തൊരു സംഭവം കൂടിയാണ് ഈ ഗിഗ് വർക്കേഴ്സിനെ പ്രത്യേകം പരിഗണിക്കുന്നത്. കാരണം ഇവരുടെ നിന്നൊക്കെ ടാക്സ് കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നില്ല. സോ ആ ഒരു കൺസിഡറേഷനും കൂടെ വെച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ലേബർ കോഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ചെറിയ സമയത്തിന് കവർ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ കവർ ചെയ്തെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഞാൻ ഒരുപക്ഷെ നമ്മുടെ ഗവൺമെൻറ്റ്സിൻ്റെ അതാത് ഗവൺമെൻറ്റ്സിൻ്റെ റൂളായിട്ട് വരുമല്ലോ, ഇതിപ്പം റൂളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് റൂളായിട്ട് വരും. ഇതിപ്പോൾ നിൽക്കുന്നത് ഒരു ആക്ട് ആയിട്ടാണ് അല്ലെങ്കിൽ കോഡായിട്ടാണ്, ഇതൊരു റൂളായിട്ട് വരും. റൂളായിട്ട് വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് എന്തൊക്കെയാണ് കൃത്യമായിട്ട് ആ റൂൾസിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വളരെ ക്ലിയർ ആയിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് പറയാൻ ശ്രമിക്കാം. ഇപ്പോൾ വന്നത് എന്തൊക്കെയാണ് ഈ പറയുന്നതിൻ്റെ അകത്ത് വരുന്നതെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ചിലർ ഇതൊക്കെ എന്നിനി വരാനാ? ഇത് ഉറപ്പായിട്ടും വരും. ഞാൻ ഈ പറഞ്ഞതുപോലെ April 1 അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ച് മാസങ്ങൾക്കകത്ത് എന്തായാലും വരും. ഇത് വരാതിരിക്കില്ല. കാരണം ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിന്ന് പാസ്സാക്കിയൊരു ഭേദഗതിയാണ്. അപ്പോൾ ഇതെന്തായാലും വരും. അപ്പോൾ നമുക്ക് ഇത് ഇംപ്ലിമെൻ്റ് ആകാനായിട്ട് എത്രയും പെട്ടെന്ന് കാത്തിരിക്കാം. അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഒരുപാട് പേർക്ക് ജോലി ചെയ്യുന്നവർക്കുണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.